അസ്സലാമലൈക്കും. ഇന്ന് തേർഡ് ഡേ ഓഫ് റമദാൻ ആണ് അല്ലേ. ആൻഡ് ഇന്നത്തെ മെനു എന്താ വെച്ചാല് ഗീ റൈസും ബീഫ് കുറുമയും സ്നാക്ക് ആയിട്ട് സമൂസ ജ്യൂസ് കുക്കുംബറാണ് വിചാരിക്കുന്നത്. ആൻഡ് ഫസ്റ്റ് നമ്മൾ ഉണ്ടാക്കുന്നത് ബീഫ് കുറുമയാണ്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ വീഡിയോ. ചെറിയൊരു പീസ് ബട്ടർ ആഡ് ചെയ്യുക. ബട്ടർ അങ്ങനെ കമ്പൽസറി ആയിട്ടുള്ള ഒരു കാര്യമൊന്നുമില്ല. എനിക്ക് ബട്ടറിന്റെ ടേസ്റ്റ് ഇഷ്ടമായതുകൊണ്ട് ജസ്റ്റ് ആഡിങ് ബട്ടർ. ബട്ടർ മെൽറ്റ് ആയിട്ടുണ്ട്. ഓയിൽ യൂസ് ചെയ്താൽ മതി. ഞാൻ ജസ്റ്റ് ഒരു ടേസ്റ്റ് ഒരു ഹൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ബട്ടർ ആഡ് ചെയ്യാണ്. നെക്സ്റ്റ് ഓണിയൻ ആഡ് ചെയ്യുക. 1.5 ഓണിയൻ ആണ് എടുത്തിട്ടുള്ളത്. കുറച്ച് സാൾട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഓണിയൻ പെട്ടെന്ന് വഴണ്ട് വന്നോളും. കുറച്ച് ജിഞ്ചർ കറി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. 3 ഏലക്കായും 3 കറാമ്പൂവും ചെറിയ പീസ് കറുകാപ്പട്ടയും ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ടൊമാറ്റോ ആഡ് ചെയ്യാം. ഞാൻ 2 ടൊമാറ്റോ ആണ് എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബീഫ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് തൈര് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ആ കളറിന് വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ. ഇനി കുറച്ച് പെപ്പർ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുക. പെപ്പർ പൗഡർ ഈസ് അക്കോർഡിംഗ് ടു യു. നിങ്ങൾക്ക് വെച്ചാൽ എത്ര എരിവ് വേണം അതിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഞാൻ ഒരു ഹാഫ് ലെമൺ സ്ക്യൂസ് ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ തൈര് പുളി കഴിഞ്ഞിട്ടാണ് കേട്ടോ. ഇതിലെ ചാപ്പ് കൂടി ആഡ് ചെയ്യാം. ഇനി ഞാൻ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബീഫിന് വേവ് ഉണ്ടായതുകൊണ്ടാണ് വെള്ളം ആഡ് ചെയ്യുന്നത്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി ക്ലോസ് ചെയ്ത് ഒരു 10 വിസിൽ വേണം ഇവിടുത്തെ ബീഫ് സെറ്റായി വരാൻ. അപ്പൊ അതുവരെ ബീഫ് സെറ്റ് ആയിട്ടുണ്ട്. ഇവിടെ ഞാനൊരു ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് ഇത് ഇതിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം. ഓക്കെ, ഇനി ഞാൻ തേങ്ങ അരച്ചതാണ്. വെറുതെ പച്ച തേങ്ങ എടുത്തിട്ട് അരച്ചതാണ്. നിങ്ങളെടുത്ത് തേങ്ങാപ്പാൽ ഉണ്ടെങ്കിൽ അതാണ് ഒന്നും ബെറ്റർ. തേങ്ങ അരച്ചത് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ തേങ്ങ അരച്ചപ്പോൾ ഒരു 5 അണ്ടിപ്പരിപ്പ് കാഷ്യൂ ഞാൻ അതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ കറി കുറുന്നനായിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇത് തിളച്ച് കഴിഞ്ഞാൽ കറി സെറ്റായി.